ഹായ് അസ്സലാമു അലൈക്കും. ഇപ്പം കണ്ടില്ലേ, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പാണ്. അപ്പത്തേക്ക് നല്ല ബോട്ടി നല്ല രൂപത്തിൽ ഇതാക്കി എടുത്തിട്ടുണ്ട്, വരട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ അത് കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ അത് കൂട്ടി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പം ഇനി ബോട്ടിയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത്, ഇനി കുറച്ച് കറികളൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കിയാലോ. ഉച്ചക്കത്തെ കറികളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുക്കറിലാണ്ടില്ലേ നമ്മൾ ബോട്ടി ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ, കുറച്ചൊന്ന് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഒന്ന് തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെ അടുത്തത് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. ബോട്ടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചിലർക്കൊക്കെ ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇതാണ്. അങ്ങനെ ഇനി കുറച്ച് 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ആദ്യം കുറച്ച് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചുട്ടി ഇതാണ് കേട്ടോ. എന്നാലും ഒന്ന് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി വേവിച്ചെടുക്കുമ്പോൾ അടി പിടിക്കാനില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് ഗ്യാസിൽ വെക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസിൽ വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഗ്യാസിൽ വെച്ച് ഞാൻ അടച്ചു വെക്കട്ടെ. അത് ഒരു 2-3 വിസിൽ തന്നെ, അപ്പോഴേന്നൊരു പാകത്തിന് വെന്തിട്ടുള്ളൂ. അങ്ങനെ അടുത്തത് നമ്മൾ ബോട്ടിക്ക് ഉച്ചക്കൊക്കെ നല്ല കുമ്പളം കറി ഉണ്ടാക്കുന്നുണ്ട്, കുമ്പളം മോര് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പളമൊക്കെ നല്ലോണം കഴുകി അരിഞ്ഞെടുക്കുകയാണ്. ഒരത്യാവശ്യ പാകത്തിന് കഷ്ണങ്ങളാക്കി, പറ്റ ചെറിയ കഷ്ണങ്ങളല്ല, ഒരാവശ്യത്തിന് വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലിട്ട് കൊടുത്തിട്ട് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം, കുമ്പളം വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഞാൻ അടുത്തത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോര് കറിക്ക് മഞ്ഞൾപ്പൊടി വേണമല്ലോ. എന്നിട്ട് അതും ഗ്യാസിൽ വെച്ച് ഫുള്ള് തീയിൽ തന്നെ വെച്ചിട്ടുണ്ട്. തിളക്കട്ടെ ആദ്യം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഞാൻ അതും അവിടെ കടന്നൊന്ന് വേവട്ടെ, നല്ലോണം വെന്ത് വരട്ടെ. എന്നിട്ട് അതിലേക്ക് തേങ്ങയൊക്കെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പം അത് മൂടി വെച്ച് അങ്ങനെ ബോട്ടിയും കുമ്പളൊക്കെ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. സുബഹിക്ക് മൈലാഞ്ചി ചുവപ്പ് കൊടുത്ത കരവിരുതേതാണ്, മഗ്രിബിൻ കുങ്കുമമൊലി ചിത്രം വരച്ചിട്ട കലാകാരനാരാണ്. അങ്ങനെ നമ്മൾ ഇനി കുമ്പളങ്ങ കറിക്ക്, മോര് കറിക്ക് തേങ്ങ, ജീരകം, കുറച്ച് മോര് കൊഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ബോട്ടി നല്ല തൂമിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി അരിഞ്ഞെടുക്കുകയാണ്. കുറച്ചധികം ചെറിയുള്ളി അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അങ്ങനെ ബോട്ടിയൊക്കെ വിസിൽ വരൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഒരു വിസിൽ വന്ന് പിന്നെ നമ്മൾ കുമ്പളൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട്. കുറച്ച് കൂടി വെന്ത് വരാനുണ്ട്. ഒന്നുകൂടി അടച്ച് വെച്ചിട്ടുണ്ട്.
ഒരു പയർ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് പയറിട്ട് കൊടുക്കാം. അങ്ങനെ പയറിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് നീളത്തിലൊക്കെ അരിഞ്ഞ പയറാണ്. പയറിന് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അവിടെ അടച്ച് വെച്ച് അങ്ങനെ 3 അടുപ്പത്തും ഓരോരോ കറികളാണ് ഉണ്ടാക്കണത്. അപ്പോൾ മോര് കറിക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടോ, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കണ്ടില്ലേ, അത് ഞാൻ അവിടെ തിളക്കട്ടെ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബോട്ടിയൊക്കെ വിസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എടുത്ത് വെച്ച് ഞാൻ വിസിൽ പോട്ടെ. അപ്പത്തിന് ഇനി അപ്പം ചൂടാണ്, രാവിലെ അപ്പം ചൂടാണ്. അങ്ങനെ മോര് കറി അവിടെ നല്ലോണം തിളക്കുന്നുണ്ട്, പയർ വേവുന്നുണ്ട്, അപ്പം ചൂടുന്നുണ്ട്. അങ്ങനെ ആ അപ്പടുത്തു അടുത്ത അപ്പം ചൂടാണ്. അങ്ങനെ അപ്പം അവിടെ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മോര് കറി നമ്മൾ കടുക് വറവിടാൻ കേട്ടോ. അപ്പം ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇട്ടാലാണല്ലോ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നേരൊക്കെ നല്ലോണം വെളുത്ത് വന്നിട്ടോ. അങ്ങനെ പയറൊക്കെ നല്ലോണം വെന്ത് വരുന്നുണ്ട്. മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ, പയർ നല്ല വെന്ത് നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് അവസാനത്തെ അപ്പാണ് കേട്ടോ. അപ്പം ചുടൽ കഴിഞ്ഞ് അവസാനത്തെ അപ്പാണ്. അതിൻ്റെ രൂപം കണ്ടില്ലേ, എങ്ങനെ ഉണ്ട് രൂപം. അടുത്തത് നമ്മൾ ബോട്ടി ശരിയാക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു ഉരുളി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ മോര് കറിക്ക് കടുകൊക്കെ വറുത്തിട്ട് കൊടുത്ത് മോര് കറി ഇപ്പം ഈ പരുവത്തിലാണുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ഉള്ളിയൊക്കെ ചുമന്ന് വന്ന് നമ്മൾ ബോട്ടി അതിലിട്ട് കൊടുക്കുകയാണ്. ബോട്ടിയൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി പൊടികളൊക്കെ ഒന്ന് ഇടാനുണ്ട്, അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം കുരുമുളക് 2-3 സ്പൂൺ ഇടുന്നുണ്ട്. കുരുമുളകാണ് ബോട്ടിക്ക് നല്ലോണം ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് കാശ്മീരി, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ പേസ്റ്റ്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഫ്രൈ രൂപത്തിൽ ഇങ്ങോട്ട് വരണം. കുറച്ചൊരു ഫ്രൈ രൂപത്തിലിട്ട്, നല്ലോണം ഫ്രൈ ആക്കണില്ല, കുറച്ചൊരു ഫ്രൈ രൂപത്തിൽ ആയി വരട്ടെ. അപ്പോഴാണ് ഒന്നും കൂടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. അത് നല്ലോണം ഇളക്കി കൊടുത്താൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചോറും വെക്കുന്നുണ്ട് കേട്ടോ. കറിൽ തന്നെയാണ് ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടി ഈ രൂപത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.